തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ബെയ്ലിൻ ദാസിനെ ഈ മാസം 27-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരുന്നു. സലീം മാലിക് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലീം, ശരിക്കും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ റിമാൻഡ് നീട്ടിയത്, റിമാൻഡിലേക്ക് അയച്ചത്. എന്തായാലും കോടതി നീതി കാണിച്ചു എന്ന് തന്നെയാണ് യുവ അഭിഭാഷകരുടെ നിലപാട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ വിശദമായ വാദം കേട്ടിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിയത്. അതുവരെ റിമാൻഡിലേക്ക് പോകട്ടെ എന്നുള്ളതുമായിരുന്നു കോടതിയുടെ നിലപാട്. ഈ കോടതിയിൽ പ്രതിഭാഗം സ്വീകരിച്ച നിലപാട് അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടിയാണ്. അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഈ നടപടി ചെയ്തത്. ക്രൂരമായ മർദ്ദനമാണ് ഈ യുവ അഭിഭാഷകയ്ക്ക് നേരെ ഉണ്ടായത്. അതിൽ മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു ഈ യുവ ഈ പ്രോസിക്യൂഷൻ്റെ നിലപാട്. അതേസമയം അതുമാത്രമല്ല, നിയമത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ആളാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ്. എന്നിട്ട് പോലും ഈ കുറ്റകൃത്യം ചെയ്തത് ഒട്ടും ന്യായീകരിക്കാവുന്നതല്ല. അതിനേതെങ്കിലും നിലയിൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് മോശം സന്ദേശം നൽകും എന്നതും ഈ പ്രതിഭാഗം നിലവിൽ വാദിച്ചിട്ടുണ്ട്. അതിന് മറുപടി എന്നോണം വാദിഭാഗം വാദിച്ചിട്ടുണ്ട്. അതിന് മറുപടി എന്നോണം പ്രതിഭാഗം വാദിച്ചത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ, രണ്ട് അഭിഭാഷകർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടുക മാത്രമായിരുന്നു ബെയ്ലിൻ ദാസ് ചെയ്തത്. അതിനെ പർവ്വതീകരിക്കുകയായിരുന്നു. ബെയ്ലിൻ ദാസിനും മർദ്ദനമേറ്റിട്ടുണ്ട്. അങ്ങനെ ചെറിയ മർദ്ദനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കേസിനെ പർവ്വതീകരിച്ചു എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുക്കുമോ എന്നറിയില്ല. കാരണം നമുക്ക് യുവ അഭിഭാഷകരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ചെറിയ മർദ്ദനമല്ല അഭിഭാഷകയ്ക്ക് നേരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വലിയ നിർണായകമായ കാര്യമാണ്. കാരണം ഒരു മുഴുവൻ ദിവസം പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട വാദം കേട്ടതിന് ശേഷം ഒരു അഭിഭാഷകനെ റിമാൻഡിലേക്ക് അയക്കാനാണ് കോടതി തീരുമാനിച്ചത്. വിശദമായ വാദമെല്ലാം കേട്ട് കഴിഞ്ഞതുകൊണ്ട് ഇന്ന് കോടതിയുടെ നടപടിക്രമം അതുമായി ബന്ധപ്പെട്ട ഈ പ്രതിയെ കോടതിയിലേക്ക് വിളിപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും കൂടി പറയാനുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും. അത് വളരെ കുറച്ച് സമയത്തേക്കായിരിക്കും പ്രതിഭാഗത്തിനോട് ആ ചോദ്യം ചോദിക്കുക. അതിനുശേഷം ശിക്ഷാവിധി എന്ത് എന്നുള്ളതിൽ ജാമ്യാപേക്ഷയിൽ എന്താണ് വിധി എന്നുള്ളത് മാത്രമായിരിക്കും പറയുക. നിലവിൽ 27-ാം തീയതി വരെ റിമാൻഡാണ്. അതിനിടയിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഈ നിയമവിദഗ്ധർ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത്. ഓക്കെ, താങ്ക് യു.